سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, റിഫാഅത്ത് ഇബ്നു റാഫിഅ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അയ്യുൽ കസ്ബി അത്യബ്, അല്ലാഹുവിന്റെ റസൂലേ, സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യമേതാണ്, ഏറ്റവും ശുദ്ധമായ സമ്പാദ്യമേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, കസ്ബുർ റജുലി ബിയദിഹി, ഒരു മനുഷ്യൻ അവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് ഏറ്റവും നല്ല സമ്പത്ത്. അതുപോലെ തന്നെ വകുല്ലു ബൈഇൻ മബ്റൂർ, ഹലാലായ ഏത് കച്ചവടവും, ഹറാം കലരാത്ത ഹലാലായ അനുവദനീയമായ ഏത് കച്ചവടവും, ആ കച്ചവടത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം, അതാണ് ഏറ്റവും നല്ല സമ്പത്ത്, ഏറ്റവും തയ്യിബായ ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത് കാണാം. സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും നല്ല സമ്പാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, അനുവദനീയമായ ഏത് കച്ചവടവും, കച്ചവടത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം, ഹറാം കലരാത്ത സമ്പാദ്യം, അത് ഏറ്റവും നല്ല സമ്പത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കച്ചവടം ശുദ്ധമായിരിക്കണം, അതിൽ ഹറാം ഉണ്ടായിരിക്കാൻ പാടില്ല. ഹലാല് മാത്രമുള്ള ബറക്കത്ത് നിറഞ്ഞ സൂക്ഷ്മതയുള്ള കച്ചവടം ഒരു കച്ചവടക്കാരൻ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യമാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കച്ചവടം ഹലാലായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. നല്ല സത്യസന്ധന്മാരായ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, അവർക്കൊരുപാട് ശ്രേഷ്ഠത ഇസ്ലാം വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കച്ചവടക്കാർ, അതിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാർക്ക് പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ കൊടുത്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പല സന്ദർഭങ്ങളിൽ, പല ഘട്ടങ്ങളിൽ വിവിധ നിർദ്ദേശങ്ങൾ, അവർ പാലിക്കേണ്ടതായ മര്യാദകൾ, അവർ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് കാണാൻ സാധിക്കും. ചില കച്ചവടക്കാരെ സംബന്ധിച്ച്, കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു ആയത്ത് നമുക്ക് സൂറത്തുൻ നൂറിൽ കാണാൻ സാധിക്കും. അല്ലാഹു തആല ചില കച്ചവടക്കാരെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു തആല പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ, ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണമായി അല്ലാഹു തആല പറയുന്നത്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ്, അവരുടെ കച്ചവടം, അവരുടെ വ്യാപാരം, അവരുടെ ബിസിനസ് അവരെ അശ്രദ്ധരാക്കുകയില്ല. എന്തിൽ നിന്ന് അശ്രദ്ധരാക്കുകയില്ല? അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ള കാര്യം, അതുപോലെ നിസ്കാരം നിലനിർത്തുക എന്നുള്ള കാര്യം, സകാത്ത് കൊടുക്കുക എന്നുള്ള കാര്യം. അവർ നാളെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് കണ്ണുകളും ഹൃദയങ്ങളും പേടിച്ചു വറക്കുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് ഭയപ്പാടുള്ള ആളുകളായിരിക്കും ഈ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞു. ഇവിടെ ലാ തുൽഹീഹിം അവരെ
അശ്രദ്ധരാക്കുകയില്ല. തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവരുടെ കച്ചവടം, അവരുടെ വ്യാപാരം ദിക്റുള്ളയെ തൊട്ട് അവരെ അശ്രദ്ധമാക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ ആയത്തിന്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അവരുടെ കച്ചവടം അവർക്ക് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമാവുകയില്ല എന്നാണ്. അത്തരത്തിൽ ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അവരൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒരിക്കൽ അങ്ങാടിയിൽ ബാങ്ക് കൊടുക്കുന്ന വേളയിൽ, ബാങ്ക് കൊടുക്കുന്ന ഇഖാമത്ത് കൊടുത്ത സന്ദർഭത്തിൽ ചില കച്ചവടക്കാർ അവരുടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അവരുടെ അവരുടെ ഷോപ്പ് അടക്കുകയും ഫദഖലുൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിൽ പ്രവേശിച്ച് നിസ്കാരത്തിൽ പങ്കെടുത്തു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഇവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ കച്ചവടം, ജമാഅത്ത് നിസ്കാരം അവരുടെ കച്ചവടം നഷ്ടപ്പെടുത്തിയില്ല. അവർ അവരുടെ കച്ചവടം നടത്തുന്നു, നിസ്കാരത്തിന് സമയമായാൽ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ള കാര്യം അതിന് തടസ്സമായി അവരുടെ കച്ചവടം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് വിശദീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ സംബന്ധിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തി, അവരുടെ കച്ചവടം അവരുടെ ദീനിയായ ജീവിതത്തെ ബാധിക്കുകയില്ല, പ്രത്യേകിച്ച് അവരുടെ ജമാഅത്ത് നിസ്കാരത്തെ ബാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഇടയിലുള്ള മുസ്ലിം നാമധാരികളായ മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാരുടെ എടുത്തു നോക്കൂ. എത്ര ആളുകളാണ് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി അവരുടെ ഷോപ്പ് അടച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരുടെ കടകൾ അടച്ച് അതിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു കച്ചവടക്കാരെ പുകഴ്ത്തിക്കൊണ്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്, അവരുടെ കച്ചവടം അവരുടെ ദീനിയായ ജീവിതത്തെ ബാധിക്കുകയില്ല, അവരുടെ നിസ്കാരത്തെ ബാധിക്കുകയില്ല. ഒരുപാട് കച്ചവടക്കാർ നിസ്കരിക്കാത്തവരാണ്. ഇനി നിസ്കരിക്കുന്നവർ തന്നെ ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. ജമാഅത്തിന്റെ നേരത്ത് അവർക്ക് അവരുടെ ഷോപ്പ് അടക്കാൻ സാധിക്കുന്നില്ല, അവരുടെ കച്ചവടം നിർത്തിവെക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് പേടിയാണ്. അവരുടെ കച്ചവടത്തിൽ എന്തെങ്കിലും നഷ്ടം വരുമോ എന്നുള്ള ബേജാറാണ്. അല്ലാഹു തആലയാണ് നമ്മുടെ കച്ചവടത്തിന് ബറക്കത്ത് നൽകുന്നത്. അല്ലാഹുവാണ് നമ്മുടെ സമ്പത്തിന് ബറക്കത്ത് നൽകുന്നത്. അല്ലാഹുവാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദിൽ നിന്നുള്ള വിളിയാളം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ആ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കച്ചവടം ഒരിക്കലും അല്ലാഹുവിന്റെ മുകളിലാകാൻ പാടില്ല. നമ്മുടെ കച്ചവടത്തെക്കാൾ വലുത് അല്ലാഹു ആകണം. ഹയ്യ അലസ് സ്വലാ എന്ന വിളിയാളം ഉണ്ടാകുമ്പോ എന്റെ റബ്ബ് എനിക്ക് ഏറ്റവും അക്ബറായ, എനിക്ക് ഏറ്റവും വലിയവനായ അല്ലാഹുവാണ് വിളിക്കുന്നത് നിസ്കാരത്തിനു വേണ്ടി എന്ന ബോധം ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അവന്റെ കച്ചവടം നിർത്തിക്കൊണ്ട് അവന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകൂല. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനനുസരിച്ച് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിച്ചാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒന്നടങ്കം ബറക്കത്ത് നൽകും. നമ്മുടെ കച്ചവടത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി നമ്മൾ നമ്മുടെ കച്ചവടം അവസാനിപ്പിച്ച് ജമാഅത്ത് നിസ്കാരത്തിന് തയ്യാറായാൽ നമ്മൾക്ക് അല്ലാഹു തആല നമ്മുടെ കച്ചവടത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ ആകമാനം നമ്മൾക്ക് അല്ലാഹു ബറക്കത്ത് നൽകും. കാരണം നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയിരിക്കുന്നു. ദുനിയാവിനെ കുറച്ച് സമയം 10-20 മിനിറ്റ് നമ്മൾ ദുനിയാവിനെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി നിസ്കരിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള ചില കച്ചവടക്കാരെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കച്ചവടം കൊണ്ട് നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് കാണാം, ഹലാകു ഉമ്മതി ഫിൽ കിതാബി വൽ ലബൻ, ഈ ഉമ്മത്തിന്റെ നാശം കിതാബിലും അതുപോലെ തന്നെ ലബനിലുമാണ്. കിതാബിൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് നശിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ കിതാബു വൽ ലബൻ, ഈ ഉമ്മത്ത് നശിച്ചു പോകാൻ കാരണം കിതാബും പാലുമാണ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമായിട്ടുള്ള ഒട്ടകമാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾ ഖുർആൻ കൊണ്ട് നശിച്ചു പോവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതഅല്ലമൂനൽ ഖുർആൻ, അവർ ഖുർആൻ പഠിക്കും, പക്ഷേ ഫയതഅവ്വലൂന അലാ ഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവർക്ക് തോന്നിയ രൂപത്തിൽ ആ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ നാശത്തിന് കാരണക്കാരാകുന്ന ആളുകളാണ്, അവർ നശിച്ചു പോകുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം വയുഹിബ്ബൂനൽ ലബൻ, അവർ പാലിനെ ഇഷ്ടപ്പെടുന്നവരാണ്. പാല് ആ കാലഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടൊരു വലിയ വരുമാനം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു.
അത്തരത്തിൽ കന്നുകാലികളെ വളർത്തുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് കച്ചവടം ലക്ഷ്യം വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള സമ്പാദ്യം സമ്പാദിക്കണമെന്ന ചിന്ത കൊണ്ട് അവർ ജമാഅത്തുകൾ ഒഴിവാക്കുന്നവരാണ്. അവർ 5 നേരത്തെ ജമാഅത്ത് ഒഴിവാക്കും. മാത്രമല്ല വെള്ളിയാഴ്ചയുള്ള ജുമഅ പോലും അവർക്ക് നഷ്ടമാകും. വയബ്ദൂൻ, അവർ ഗ്രാമപ്രദേശത്ത് പോയി ജീവിച്ച് അവരുടെ ഈ കന്നുകാലി വളർത്തുക എന്നുള്ള ആ പ്രവർത്തനത്തിൽ അവർ മുഴുകും. ഇങ്ങനെയുള്ള ആളുകൾ അവർ ഉമ്മത്തിന്റെ നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ കച്ചവടം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സമ്പാദിക്കുന്ന സമയം ഒരിക്കലും നമ്മുടെ ദീനിയായ ജീവിതത്തിൽ തടസ്സമാകരുത്. കച്ചവടക്കാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപദേശിച്ചു കൊടുത്ത ഉപദേശങ്ങളിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 5 വിശേഷണങ്ങളുണ്ട്. ഇതിൽ പലരും കച്ചവടക്കാരാണ്, കച്ചവടം ചെയ്ത ആളുകളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കച്ചവടമാകട്ടെ, ഹലാലായ ഏതു കച്ചവടമാകട്ടെ, അത് നമ്മൾക്ക് ഇസ്ലാം അനുവദിച്ചു തന്ന കാര്യമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കൽ നിർബന്ധമാകേണ്ട കാര്യങ്ങളുമുണ്ട്. നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകാൻ, ബറക്കത്തുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അതിലൊരു കച്ചവടക്കാരന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട 3 വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 വിശേഷണങ്ങൾ. ഒന്ന് കച്ചവടത്തിലുള്ള സൂക്ഷ്മതയാണ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് കച്ചവടത്തിലുള്ള സത്യസന്ധതയാണ്, അതുപോലെ തന്നെ വിശ്വസ്തതയാണ്. ഈ 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അതിനുശേഷം പറയപ്പെടുന്ന മറ്റു 2 ഗുണങ്ങൾ, 5 ഗുണങ്ങൾ പ്രത്യേകം നമ്മൾ കച്ചവടക്കാരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 5 ഗുണങ്ങളുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ 3 എണ്ണം, ഒന്ന് തഖ്വയാണ്, സൂക്ഷ്മതയാണ്, അതുപോലെ തന്നെ സത്യസന്ധതയാണ്, വിശ്വസ്തതയാണ്. ഇത് 3 നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ കച്ചവടത്തിൽ സൂക്ഷ്മത കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. എന്നാൽ നമ്മൾ സൂക്ഷ്മത പാലിച്ച് സത്യസന്ധതയോടുകൂടി വിശ്വസ്തതയോടുകൂടി നമ്മൾ കച്ചവടം നടത്തിയാൽ നമ്മൾക്ക് വലിയ നേട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ. റസൂലുള്ളാഹി പറഞ്ഞു, അത്താജിറു സദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ. സത്യസന്ധതയുണ്ട്, അയാൾ വിശ്വസിക്കാൻ പറ്റുന്നയാളാണ്. അങ്ങനെയുള്ളൊരു കച്ചവടക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ, കച്ചവടക്കാർക്ക്, സത്യസന്ധന്മാരായ കച്ചവടക്കാർക്ക് ലഭിക്കുന്ന നേട്ടമാണ്. അവർ നബിമാരുടെ കൂടെയാണ്, അവർ സിദ്ദീഖുകളുടെ കൂടെയാണ്, അവർ ശുഹദാക്കളുടെ കൂടെയാണ്. എത്ര വലിയ ദറജയാണ്! കച്ചവടം കൊണ്ട് സത്യസന്ധമായി വിശ്വസ്തയോടുകൂടി കച്ചവടം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് അതുകൊണ്ടു തന്നെ അയാൾക്ക് സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ കൂടെ അയാൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, നബിമാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ എത്തണമെങ്കിൽ സത്യസന്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള കച്ചവടം ഏറെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഈ ദറജ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള നമ്മൾ, കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, ഈ പറഞ്ഞ കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട്, സത്യസന്ധത. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, കച്ചവടക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കേട്ട സമയത്ത് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മുഖം തിരിച്ചു. റസൂലിനെ നോക്കി നിന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് കേൾക്കാൻ വേണ്ടി അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിയുകയാണ്. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ്, ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തുജ്ജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, നാളെ ഖിയാമത്ത് നാളിൽ കച്ചവടക്കാർ താന്തോന്നികളായി, തെമ്മാടികളായി, തോന്നിവാസികളായിട്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു. ഫാജിറുകളുടെ കൂട്ടത്തിലാണ് അവരുണ്ടാവുക എന്ന് പറഞ്ഞു. ഇല്ലാ മനിത്തഖല്ലാഹ വവറ വസദഖ്, ഇല്ലാ മനിത്തഖല്ലാഹ്, കച്ചവടം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച കച്ചവടക്കാരൊഴികെ, വബറ വസദഖ്, സത്യസന്ധത കാത്തു സൂക്ഷിച്ച പുണ്യം ചെയ്ത കച്ചവടക്കാരൊഴികെ, അല്ലാത്തവരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഫാജിറുകളായിരിക്കും, കച്ചവടം ചെയ്തുകൊണ്ട് ഫുജൂറിലെത്തിയ ആളുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയ ആളുകൾ ആരാണ്? കച്ചവടത്തിൽ സൂക്ഷ്മത കാണിച്ച, പുണ്യം ചെയ്ത, സത്യസന്ധത കാത്തു സൂക്ഷിച്ച കച്ചവടക്കാരല്ലാത്ത എല്ലാ കച്ചവടക്കാരും നാളെ തെമ്മാടികളുടെ കൂട്ടത്തിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കച്ചവടക്കാരായ സഹോദരങ്ങൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇന്ന തുജ്ജാറ ഹുമുൽ ഫുജ്ജാർ, കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഫാജിറുകളാണ്, അവർ തോന്നിവാസികളാണ്. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു തആല കച്ചവടം അനുവദിച്ചതല്ലേ, പിന്നെന്തിനാണ് കച്ചവടക്കാർ തോന്നിവാസികളാണെന്ന് പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, അല്ലാഹു തആല കച്ചവടം അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ വലാകിന്നഹും യുഹദ്ദിസൂന ഫയക്ദിബൂൻ, കച്ചവടക്കാരിൽ അധിക ആളുകളും ചെയ്യുന്ന പണി അവർ സംസാരിക്കും കച്ചവടത്തിനു വേണ്ടി, എന്നിട്ട് അവർ കളവ് പറയും. ഫയഹ്ലിഫൂന വയഅ്തമൂൻ, അതെ, വയഹ്ലിഫൂന ഫയഅ്തമൂൻ, അവർ കള്ളസത്യം ചെയ്തുകൊണ്ട് അവരുടെ ചരക്ക് വിറ്റഴിക്കും. അങ്ങനെ അവർ തെറ്റുകാരായി തീരും. അങ്ങനെ കച്ചവടം ചെയ്തതിന്റെ പേരിലാണ് അവർ ഫുജ്ജാറുകളായി തീർന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടം അത് സത്യസന്ധമായി വിശ്വസ്തയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നാളെ നബി സല്ലല്ലാഹു അലൈഹി നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ, കച്ചവടത്തിൽ ശ്രദ്ധ കാണിച്ചിട്ടില്ലെങ്കിൽ, സൂക്ഷ്മത കാണിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നാളെ പരലോകത്ത് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇല്ലാത്ത പോരിശകൾ പറഞ്ഞുകൊണ്ട്, താൻ വിറ്റഴിക്കുന്ന ചരക്കിന് ഇല്ലാത്ത പോരിശകൾ പറഞ്ഞുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്കുകൾ വിറ്റഴിക്കുന്ന ആളുകളുണ്ട്. വൻ പാപമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹാലിഫു മുനഫിഖത്തുൻ ലിസ്സിൽഅ, കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അവന്റെ കച്ചവടച്ചരക്ക് വിറ്റു തീർക്കാൻ സാധിക്കും. പക്ഷേ ആ പ്രവർത്തനമുണ്ടല്ലോ, മുംഹിഖത്തുൻ ലിൽ ബറക, അവന്റെ ബറക്കത്തിനെ ഇല്ലാതെയാക്കുന്നതാണ്. ബറക്കത്ത് അല്ലാഹു നശിപ്പിച്ചു കളയും അവൻ കളവ് പറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല, അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല, അവർക്ക് വലിയ ശിക്ഷയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് 3 വിഭാഗം ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിറ്റഴിച്ച കച്ചവടക്കാരനാണ്, അവനിലേക്ക് അള്ളാഹുവിന്റെ നോട്ടമുണ്ടാവുകയില്ല, കാരുണ്യത്തിന്റെ. അവനോട് അള്ളാഹു സംസാരിക്കുകയില്ല, അവനെ ശുദ്ധീകരിക്കുകയില്ല, അവൻ പരാജയപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടം ചെയ്യുന്ന ആളുകൾ സൂക്ഷ്മതയുള്ളവരാകണം. സത്യസന്ധത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സത്യസന്ധത കച്ചവടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കുറച്ചൊന്നും കളവ് പറയാതെ എങ്ങനെ അവന്റെ കച്ചവടത്തിൽ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് ഒരിക്കലും ലാഭം കിട്ടൂല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ശൈത്താനാണ് അവനെ ദോതി കൊടുത്തിട്ടുള്ളത്. എത്ര നല്ല സത്യസന്ധന്മാരായ കച്ചവടക്കാർ നല്ല ബറക്കത്തോടുകൂടി വലിയ സമ്പന്നരായി മാറിയിട്ടുണ്ട്, അവർ സൂക്ഷ്മത പാലിച്ചതിന്റെ പേരിൽ മാത്രം. എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, കുറച്ചൊക്കെ കള്ളത്തരം കാണിച്ചാൽ മാത്രമേ ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കച്ചവടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു കൊടുത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ബറക്കത്ത് നൽകുന്ന, നമ്മുടെ ബറക്കത്ത് ഊരിയെടുക്കുന്ന, അള്ളാഹു നിർദ്ദേശിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രണ്ടു പേർ കച്ചവടം നടത്തുമ്പോ, വൈൻ സദഖ വബയ്യന, അവർ സത്യസന്ധമായിട്ടാണ് അവരുടെ കച്ചവടം നടത്തിയിട്ട്, വബയ്യന, എന്തൊക്കെയാണോ ചരക്കിന്റെ പ്രശ്നങ്ങൾ, അതിന്റെ മെച്ചങ്ങളൊക്കെ സത്യസന്ധമായി തന്നെ അവതരിപ്പിച്ചു, ഉള്ളത് മൊത്തം പറഞ്ഞു. ഒരു സാധനം വിൽക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തു. എങ്കിൽ ചില ആളുകൾ ചിലത് മറച്ചു വെക്കും. വിശദമായി പറഞ്ഞു കൊടുത്താൽ ഇത് വിറ്റുപോകില്ല എന്ന് പേടിച്ചിട്ട് മുണ്ടൂല. പക്ഷെ ഉള്ളതുപോലെ വിശദമായി പറഞ്ഞു കൊടുത്തു, സത്യസന്ധമായി തന്റെ കച്ചവട ചരക്കിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്താൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ആ കച്ചവടം നടത്തിയ രണ്ടാളുകൾക്കിടയിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വൈൻ ഖദബ,
അതുപോലെ തന്നെ വൈൻ കഥമ വഖദബ, എന്നാൽ ആ കച്ചവടം നടത്തുന്ന സമയത്ത് പലതും മറച്ചുവെച്ചു, പറയേണ്ടത് പറഞ്ഞില്ല, കളവ് പറഞ്ഞു. ഇങ്ങനെയാണ് രണ്ടുപേർ കച്ചവടം ചെയ്തതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മുഹിഖത് ബറകതു ബൈഇഹിമ, അവരുടെ രണ്ടുപേരുടെയും കച്ചവടത്തിന്റെ ബറക്കത്ത് അതോടുകൂടി നശിച്ചുപോയി എന്നാണ്. അപ്പോ കച്ചവട ചരക്ക് വിറ്റുപോകില്ല എന്ന് പേടിച്ച് മറച്ചുവെക്കുന്ന ആളുകളുണ്ട്, അതിന്റെ പോരായ്മകൾ. അതുപോലെ തന്നെ കളവ് പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് കച്ചവടത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുക ചെയ്യാം. നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞാൽ അത് ആ കച്ചവടത്തിന് ബറക്കത്ത് ഉണ്ടാകും. സൂക്ഷ്മത കാണിക്കണം, അളവിലും തൂക്കത്തിലും കുറക്കാൻ പാടില്ല. നമുക്കറിയാം സൂറത്തു അൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. അളവിൽ കൃത്രിമം കാണിച്ചവർക്ക് നാശമെന്ന് നബി സല്ലല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇങ്ങനെ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കച്ചവടം ചെയ്യാൻ സാധിച്ചാൽ അയാൾക്ക് അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും. കച്ചവടത്തിൽ വഞ്ചന പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ സംബന്ധിച്ചു പറഞ്ഞ ഹദീസിലാണ് മൻ ഗശ്ശ ഫലൈസ മിന്നി, ആര് വഞ്ചന കാണിച്ചോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചവടത്തിൽ വഞ്ചന കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. വഞ്ചന ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ കച്ചവടക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, ശരിയല്ലാത്ത കാര്യങ്ങൾ. ഒരാളോട് സാധനങ്ങൾ മൊത്തത്തിൽ വാങ്ങിയെടുക്കും, എന്നിട്ട് പൈസ തിരിച്ചു കൊടുക്കൂല. പൈസ കൊടുക്കേണ്ട സമയത്ത് ആ സെയിൽസ്മാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ മുമാത്വലത്തെന്ന് പറയും. അയാൾക്ക് കൊടുക്കാനുള്ള പൈസ പൂർണ്ണമായിട്ട് അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും അയാൾ കൊടുക്കൂല, കുറച്ച് അയാളെ ബുദ്ധിമുട്ടിക്കും. അടുത്ത വരവിന് തരാ എന്ന് പറയും. അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവപ്പെട്ട ഒരു ഹദീസുണ്ട്, മഥലുൽ ഗനിയ്യ ദുൽമുൻ. ഒരു ചരക്ക് നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങിയാൽ അതിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കടമാണ്. പിന്നെ നമ്മുടെ തിരിച്ചടക്കാൻ നമ്മുടെ ശേഷിയുണ്ടെങ്കിൽ ഉടനെ തിരിച്ചടക്കണം. കയ്യിൽ കാശുണ്ടായിട്ടും കുറച്ചു കൊടുക്കും, 75% കൊടുക്കും. ഒരു 4 വരവ് വന്നാലാണ് സാധനം നമ്മൾക്ക് തന്ന ആൾക്കാരുടെ പൂർണ്ണമായിട്ട് പൈസ നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട്, വെറുതെ ഇടങ്ങേറാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഥലുൽ ഗനിയ്യ ദുൽമുൻ, ഇങ്ങനെ സമ്പത്തുണ്ടായിട്ടും കടം അടച്ചു തീർക്കാത്തയാൾ ചെയ്യുന്നത് ദുൽമൻ, അക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തഖ്വയും അതുപോലെ തന്നെ സത്യസന്ധതയും അതുപോലെ തന്നെ വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുന്ന ആളുകളിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അളവിൽ കൃത്രിമം കാണിക്കുക എന്നുള്ളതും വഞ്ചന കാണിക്കുക എന്നുള്ളതും. ഈ രൂപത്തിൽ കടം പൈസ കൊടുക്കാണ്ടായിട്ട് അതിന് അവധി നീട്ടി അനാവശ്യമായി നീട്ടുക എന്നുള്ളതുമൊക്കെ. അതുപോലെ തന്നെ തഖ്വയോടുകൂടി കച്ചവടം ചെയ്യുന്നയാൾ ഒരിക്കലും ഹറാമായ കാര്യം ഹറാമ് വിൽക്കൂല. നമ്മുടെ ഷോപ്പിൽ ഹറാമായ ഒരു സാധനം അവൻ വിൽക്കൂല, വിൽക്കാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, തഖ്വയോടുകൂടി കച്ചവടം ചെയ്യുന്നയാൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അത് ഹറാമാണ്, അത് വിൽക്കാനും പാടില്ല. സിഗരറ്റ് ഹറാമാണ്. എത്ര കച്ചവടക്കാരാണത് ലാഘവത്തോടുകൂടി വിൽക്കുന്നത്. ലഹരിയാണ് എന്നുള്ളത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ അതിൽ എഴുതിയൊട്ടിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ പാടില്ല. ഹറാമായ എന്തൊക്കെയുണ്ടോ, ലഹരി പദാർത്ഥങ്ങളാകട്ടെ, ഹറാമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വിൽക്കുക എന്നുള്ളതും ഹറാമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് കച്ചവടത്തിൽ സൂക്ഷ്മത എന്നുള്ളത്. ഹറാമ് വിറ്റ് ഉണ്ടാക്കുന്ന പൈസ അത് നമ്മൾ തിന്നുന്നു, നമ്മുടെ മക്കൾ തിന്നുന്നു, അതൊക്കെ ഹറാമുകളാണ് അവർ തിന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമ് കൊണ്ടുണ്ടായ മാംസം, ഹറാമ് തിന്നു വളർന്ന മാംസം അതിന് ഏറ്റവും യോജിച്ചത് നരകമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിനോട് അടുക്കും തോറും താൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമാണോ ഹലാലാണോ എന്ന് പരിഗണിക്കാത്ത അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാറുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻ, ഒരു മനുഷ്യൻ അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിനെ കുറിച്ച് അവൻ പരിഗണിക്കുന്നേയില്ല. അമിനൽ ഹലാലി അമിനൽ ഹറാം, ഈ ഞാൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം ഹറാമാണോ ഹലാലോ എന്ന് പരിഗണിക്കുന്നേയില്ല. അങ്ങനെ സമ്പാദിക്കുന്ന ഒരു കാലം, അങ്ങനെയുള്ളൊരു കാലം വരാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് പരിശോധിച്ചു നോക്കൂ. താൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിച്ച് ശ്രദ്ധിച്ച് സമ്പത്ത് സമ്പാദിക്കുന്ന എത്ര ആളുകളുണ്ട്? വളരെ കുറച്ചാണ്. കുറച്ചൊക്കെ ഹറാമ് കലർന്നാലേ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന ചിന്താഗതിയിലാണ് ഒരൽപ്പം ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പോലും ചിന്തിച്ചു പോകുന്നത്.
ദീനില്ലാത്ത ആളുകളെ മാറ്റി നിർത്താം. 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ പോലും തന്റെ കച്ചവടത്തിൽ കുറച്ചൊക്കെ കള്ളത്തരം കാണിച്ചാലേ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന ചിന്താഗതിയിലേക്ക് മാറി പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവർ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കച്ചവടത്തിൽ അവർ സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്, അവർ സത്യസന്ധത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. കച്ചവടക്കാർക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ പറഞ്ഞു. ഇത് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഇനി നിർബന്ധമല്ലെങ്കിൽ കൂടി കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനും അള്ളാഹുവിന്റെ സഹായമുണ്ടാകാനും കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഗുണമാണ് സമാഹത്ത്, വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ധാരാളം സദഖ കൊടുക്കുക എന്നുള്ളതും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച 2 ഗുണങ്ങളാണ്. വിട്ടുവീഴ്ച, കച്ചവടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക. വിട്ടുവീഴ്ച മനോഭാവമുള്ള കച്ചവടക്കാരെ അതിന്റെ ഉപഭോക്താക്കൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. നമുക്കറിയാം, നന്നായി പെരുമാറുന്ന ആളുകൾക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറ സംഹൻ ഇദാ ഇഖ്തദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്തിരിക്കുന്നു. അയാൾ കച്ചവടം ചെയ്താൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എന്തെങ്കിലും വാങ്ങിയാൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കടം തിരിച്ചു ചോദിക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? കച്ചവടം ചെയ്യുമ്പോൾ സമാഹത്ത് കാണിക്കുക. 1-2 രൂപ നമുക്ക് തരാണ്ടാകും, അത് വേണ്ട എന്ന് പറയുക, വിട്ടുകൊടുക്കുക. ചില ആളുകൾ വലിയ കാര്യമായിട്ട് പറയും, അയാൾ എനിക്ക് 1 രൂപ തരാണ്ട ഞാൻ ചോദിച്ചു വാങ്ങി എന്ന് പറയും. അത് വാങ്ങുന്ന ആളും 1 രൂപ അല്ല വേണ്ട എന്ന് കച്ചവടം ചെയ്യുന്നയാളും വാങ്ങുന്ന ആളും ഒരുപോലെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിന് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പിടിവാശി അത്ര നല്ലതല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ് കുറച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതിൽ ഈ സമാഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഒരു രൂപമാണ് പറഞ്ഞത്, കുറച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലാഭം, ഇസ്ലാമിൽ ലാഭത്തിന് കണക്ക് നിശ്ചയിച്ചിട്ട് ഏതു കച്ചവടമാണെങ്കിലും എത്ര ശതമാനമാണ് ലാഭമെടുക്കേണ്ടത് എന്ന് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. എത്രയും ലാഭം എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലോ ഇന്ന കച്ചവടത്തിന് ഇത്ര ലാഭം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ലൈസ ബിമുഹദ്ദദ് ഹദ്ദുർ റിബ്ഹി ഫി തിജാറ ലൈസ ബിമുഹദ്ദദ്. കച്ചവടത്തിൽ ഇത്രയാണ് ലാഭം എന്നുള്ളത് ശർഇൽ വലം യരിദ് ഫി ശർഇ മാ യഖ്തദി അത്തഹ്ദീദ്. ഇന്ന ഇത്രയെ കച്ചവടത്തിൽ ലാഭം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ശർഇൽ ഒന്നും വന്നിട്ടില്ല. ഇത്ര ലാഭം, ഇത്ര ശതമാനം ലാഭം നിശ്ചയിച്ചിട്ടില്ല. എത്രയും ലാഭം എടുക്കാം. പക്ഷേ ഒരു വിശ്വാസി തന്റെ ഉപഭോക്താക്കളോട് റിഫ്ഖ് കാണിക്കുക, കാരുണ്യം കാണിക്കുക, അവർക്ക് കുറച്ച് ലാഭം എടുത്തിട്ട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. വലിയ ലാഭം എടുത്തിട്ട് കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ശരിയല്ല. എത്രയുള്ളൂ അതിൽ നിയമം? ഇത്ര ലാഭം എടുക്കണം, ഇത്ര ലാഭം എടുക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാം നിശ്ചയിച്ചില്ല. എത്രയും നമുക്ക് ലാഭം നിശ്ചയിക്കാം. പക്ഷെ നമ്മൾ ലാഭം കുറച്ച് നമ്മളുടെ ഉപഭോക്താക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ വിട്ടുവീഴ്ച എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അളവിൽ കുറച്ച് കൂട്ടിക്കൊടുക്കുക. ഒരു 200 ഗ്രാമിന്റെ ഒരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ 205 210 ഗ്രാം തൂക്കി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കച്ചവടക്കാരന്റെ അടുത്തുകൂടെ തൂക്കി നോക്കുന്ന കച്ചവടക്കാരന്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ വസ്സാൻ സിൻ വ അർജിഹ്. തൂക്കി നോക്കുന്നവനെ, തൂക്ക് കച്ചവടക്കാരൻ, നീ തൂക്കുമ്പോ കുറച്ച് അധികം തൂക്കി കൊടുക്കുക, കണക്കാക്കി കൊടുക്കണ്ട, കുറച്ച് കൂട്ടി കൊടുക്കുക. അതൊക്കെ സമാഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സമാഹത്തിന്റെ ഈ വിട്ടുവീഴ്ചയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മൻ അഖാല മുസ്ലിമൻ ബൈഅതഹു. ഒരാൾ കച്ചവടം നടത്തി, ആ കച്ചവടം നടത്തിയിട്ട് ആ വ്യക്തി തിരിച്ച് എനിക്ക് ഈ സാധനം വേണ്ട, എനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്കിത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് പറഞ്ഞ് തിരിച്ചു തരുമ്പോൾ
അത് നമ്മൾ തിരിച്ചു സ്വീകരിച്ചാൽ, ശരിക്കും കച്ചവടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടീഷൻ വെക്കാം, വാങ്ങിയാൽ പിന്നെ തിരിച്ചെടുക്കൂല എന്ന് കണ്ടീഷൻ വെക്കുന്നത് അനുവദനീയമായ കാര്യമാണ്. പക്ഷെ നമ്മൾ അയാൾ വിട്ടുകൊണ്ടുപോയി അയാൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മളത് സ്വീകരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അങ്ങനെ അയാൾ നമ്മൾ കച്ചവടം ചെയ്തതാണ്, നമ്മൾ അതിന്റെ പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നാൽ, ആ സമയത്ത് നമ്മൾ അയാളുടെ കച്ചവടം ദുർബലപ്പെടുത്തി നമ്മൾ ആ സാധനം തിരിച്ചു വാങ്ങി അയാളുടെ പണം തിരിച്ചു കൊടുത്താൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആളുകളൊക്കെ അതിൽ ഭയങ്കര വാശിയാണ്, ഞാൻ വിറ്റത് തിരിച്ചെടുക്കൂല. ശരിയാണ്, അങ്ങനെയുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കത് ചെയ്യാം. പക്ഷെ അവിടെ ഒരു വിട്ടുവീഴ്ച, അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടോ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്താൽ അതിന്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളായ കച്ചവടക്കാർ അവരുടെ കച്ചവടത്തിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണിത്. അത് അവർക്കൊരു സഹായമാണ്. അത് കച്ചവടക്കാർക്കുണ്ടാകേണ്ട സമാഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കച്ചവടക്കാർക്കുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കച്ചവടക്കാർ ധാരാളമായി സ്വതക്ക കൊടുക്കണം. കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം സ്വതക്കക്ക് പ്രേരിപ്പിച്ചത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാ മഅ്ശറത്ത് തുജ്ജാർ, കച്ചവടം ചെയ്യുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ശൈത്വാന വൽ ഇസ്മ യഹ്ദുറാനിൽ ബൈഅ, ശൈത്താനും അതുപോലെ തന്നെ തെറ്റുകളും കച്ചവടത്തിൽ സന്നിഹിതരാവുക എന്നുള്ളത് കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ്. എത്ര തന്നെ കച്ചവടത്തിൽ സൂക്ഷ്മത പാലിച്ചാലും കച്ചവടത്തിൽ ചില അബദ്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശൈത്താൻ നമ്മുടെ കൂടെ, കച്ചവടക്കാരുടെ കൂടെ തന്നെയുണ്ട് അവനെ തെറ്റിക്കാൻ. അങ്ങനെ ശൈത്താന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫശൂബു ബൈഅകും ബിസ്സദഖ, നിങ്ങൾ നിങ്ങളുടെ കച്ചവടത്തെ സദഖ കൊണ്ട് കൂട്ടിക്കലർത്തുക. നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സദഖയും ധാരാളമായി കൊടുക്കുക. നിങ്ങളുടെ കച്ചവടത്തിൽ വരുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ, അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന സദഖ കൊണ്ട് പരിഹരിക്കപ്പെടാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ താല്പര്യം. അപ്പൊ കച്ചവടക്കാർ അവർ കച്ചവടത്തിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അവർ സദഖ കൊടുക്കണം എന്നുള്ളത്. കച്ചവടക്കാരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് ഏതാണ്? തഖ്വയും അതുപോലെ തന്നെ സിദ്ഖും അമാനത്തുമാണ്. ഇത് നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ സമാഹത്തും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ സദഖ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യവും കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി കച്ചവടം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചാൽ നമ്മൾക്ക് നാളെ അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ ഈ ഹദീസിന്റെ പരിധിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വലിയ തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് കച്ചവടം ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകും. വേറെ നമ്മൾ എത്ര വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും, ബിസിനസ്സിൽ അങ്ങേയറ്റം വലിയ ചിന്തയുള്ള ഐഡിയ ഉള്ള ആളാണെങ്കിലും അള്ളാഹുവിന്റെ ബറക്കത്തും റഹ്മത്തും ഇല്ലെങ്കിൽ നമ്മുടെ കച്ചവടം താറുമാറാകും. അതിനെന്തെങ്കിലും ഒരു കാരണം അള്ളാഹു നിശ്ചയിച്ചിട്ട് ചിലപ്പോൾ അതൊരു കൊറോണ രൂപത്തിൽ നമ്മുടെ കച്ചവടം പാളീസാക്കാൻ അള്ളാഹുവിന് സാധിക്കും. പല രൂപത്തിൽ അള്ളാഹു തആല നമ്മുടെ കച്ചവടത്തെ പൊളിക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള ബറക്ക, അതാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അതിന് അള്ളാഹുവിനെ സൂക്ഷിക്കണം. കച്ചവടത്തിലെ എല്ലാ ഭാഗങ്ങളിലും അത് സൂക്ഷിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. പലിശയുമായി ഇടപെടാതെ, ഹറാമുമായി ബന്ധപ്പെടാതെ ഒരാൾക്ക് കച്ചവടത്തിൽ സൂക്ഷ്മത കാണിക്കാൻ സാധിച്ചാൽ, പലിശത്തിന്റെ കൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ്.
കച്ചവടത്തിൽ തഖ്വ കാണിക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് അധികവും സംഭവിക്കുന്ന ഒരു തെറ്റാണ്. അവർ അവരുടെ കച്ചവട വസ്തുക്കൾ ഒന്നിച്ചു വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഷനറി വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ ലോൺ എടുക്കുക, പലിശയുമായി ബന്ധപ്പെടുക പോലെയുള്ള കാര്യങ്ങൾ. അവരുടെ കച്ചവടത്തിൽ ഒരു മരിച്ചു പണിയെടുക്കുന്നുണ്ടാകും, പക്ഷെ അവരുടെ കച്ചവടത്തിൽ യാതൊരു നേട്ടവും അവർക്ക് കാണാൻ സാധിക്കൂല. കാരണം അവരുടെ ഒരു ഭാഗം പലിശയുമായി കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട്, അവർ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി അവരുടെ കച്ചവടത്തിന്റെ എല്ലാ ബറക്കത്തും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. അയാൾ 24 മണിക്കൂറും അയാൾ ഉറങ്ങുന്ന സമയം വെച്ച് ബാക്കിയുള്ള സമയം മൊത്തം പണിയെടുത്താലും അള്ളാഹു അവന്റെ കച്ചവടത്തിൽ വർധനവ് കൊടുക്കുകയില്ല. അവനെ പല രൂപത്തിൽ പ്രയാസപ്പെടുത്തും. അവൻ പലിശയുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് കൊണ്ട്. കാരണം പലിശ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ചെറിയ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരം എന്ന് തന്നെ വിശ്വാസിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഉമ്മയെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ പലിശയുടെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഇത്രമേൽ ഗൗരവപ്പെട്ട താക്കീത് വന്നിട്ടും വളരെ ലാഘവത്തോടുകൂടി പലിശയുമായി ബന്ധപ്പെടുന്ന മുസ്ലിങ്ങൾ, മുസ്ലിം അല്ലാത്ത ആളുകളുടെ കാര്യം വിടുക, മുസ്ലിങ്ങൾ എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ പലിശയുമായി ബന്ധമില്ലാത്ത മുസ്ലിങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പലിശയുമായി ബന്ധമില്ലാത്ത മുസ്ലിങ്ങളുടെ എണ്ണം പലിശയുമായി ബന്ധമുള്ള മുസ്ലിങ്ങളുടെ എണ്ണവുമായി വളരെ കുറവായിരിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ഏതെങ്കിലും ഒരു ലോണുമായിട്ടോ അവർ ബന്ധമുണ്ടാക്കിയിട്ടുണ്ടാകും. സഹോദരങ്ങൾ, വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മുടെ കച്ചവടം പൊളിയാൻ, നശിക്കാൻ വേറൊരു കാരണവും ആവശ്യം ഉണ്ടാകില്ല, അത് മാത്രം മതിയാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കച്ചവടത്തിന് ബറക്കത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് കച്ചവടം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.